കായംകുളം ടൗൺ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും പൊതുയോഗവും നടത്തി കായംകുളം ഡിവൈഎസ്പി ടി ബിനിലാൽ ഉദ്ഘാടനം ചെയ്തു. കായംകുളം ടൗൺ സൗഹൃദ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും പൊതുയോഗവും വിവിധ പരിപാടികളോടെ നടന്നു. പരിപാടി നടന്നത്. ഉദ്ഘാടനം കായംകുളം ഡിഎസ്പി ടി ബിനുകുമാർ നിർവഹിച്ചു. എല്ലായിടത്തും വരണം, കൂടുതൽ ഉണ്ടാവണം എന്നുള്ളത്. പണ്ട് ഒരു ചൊല്ല് പറയുന്നത് ലോക പരിസ്ഥിതി ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ 5-ാം തീയതിയാണ്. നമ്മൾ ഓരോ സ്കൂള്, കോളേജുകൾ, സാമുദായിക സംഘടനകൾ, മറ്റുള്ള ഭാരവാഹികൾ മുഴുവൻ കോടാനുകോടി ചെടികളാണ് ഒരു ദിവസം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. കോടാനുകോടി. ജൂൺ 5-ാം തീയതി ചെടികളെല്ലാം വളർന്ന് വലുതായിരുന്നുവെങ്കിൽ നമ്മളെ ഇന്ത്യ എന്നേ ഏറ്റവും വലിയ തിക് ഫോറസ്റ്റ് ആവുമായിരുന്നു. പ്രത്യേകത നടിയിൽ മാത്രമേ ഉള്ളൂ. അതിനെ നനച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്വഭാവം നമുക്കില്ല. അതിൻ്റെ അർത്ഥം എല്ലാ സംഘടനകളും ഉദയം ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിമിഷ നേരം മതി. പക്ഷേ ഇത് വളർത്തിക്കൊണ്ടുവരിക ഏറ്റവും വലിയൊരു പ്രയാസമാണ്. ആ പ്രയാസത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ എന്നൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആധികാരികത എന്ന് പറയുമ്പോൾ ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, വേറെ ഏതൊരു വിവേചനവും ഇല്ല. നമ്മളെല്ലാം ഒന്നാണ്. ഇവിടെ ഞാൻ പ്രസിഡന്റ്, നിങ്ങൾ സെക്രട്ടറി, മറ്റൊരു ട്രഷറർ, മറ്റ് അംഗങ്ങൾ, അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഈ നേരത്തെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ, സെക്രട്ടറി അല്ലേ അധ്യക്ഷൻ, പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവിടെ ഒരാൾക്ക് മാത്രം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അമാനുഷ്യ ശക്തിയൊന്നും ആർക്കുമില്ല. എല്ലാം ജനങ്ങളുടെ അധികാരത്തിലിരിക്കുന്നതാണ്. ജനങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ, ഒരു പരസ്പര കൂട്ടായ്മയുടെ മുമ്പിലൂടെ മാത്രമേ നമുക്ക് ഈ റെസിഡൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അവിടെ രാഷ്ട്രീയവും മതവും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മളെല്ലാം ഒന്നിച്ചിരിക്കുക. എങ്കിൽ മാത്രമേ ഏറ്റവും ഈ കൂട്ടായ പ്രയത്നമാണ് ഇവിടെ ഏറ്റവും ആവശ്യം. ഈ പ്രയത്നമാണ് ലോകത്ത് ആദ്യമായിട്ട് ഒരു റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിതമാകാൻ നമ്മളെ സഹായിച്ചത്. എന്നാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ ലോകരേഖകളിൽ ഒരു ഡേറ്റോ സ്ഥലമോ വ്യക്തമല്ല. എങ്കിലും 19-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ തന്നെ 1801 മുതൽ 1900 വരെ, ആ 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ടൊരു റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിതമായതെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം അമേരിക്ക, മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ആരംഭിക്കുന്നു മൊത്തം ഇതാണ്. ഇന്ത്യയിലാണെങ്കിലും ഇതേ 19-20 നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഒരു റെസിഡൻസ് ആരംഭിക്കുന്നത്. അത് ഏറ്റവും TSRA പ്രസിഡന്റ് സുരേഷ് വി അധ്യക്ഷത വഹിച്ചു. ഭദ്രതയുടെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ളവരായിരുന്നു. പക്ഷേ യാതൊരു കാരണവും കൂടാതെ നമുക്ക് പുറത്തു പോകേണ്ടി വന്നു. നമ്മുടെ ഇതിന്റെ രൂപീകരണ യോഗത്തിലും ഞാൻ പറഞ്ഞു, ഇതിനെ സംബന്ധിച്ച പിന്താളുകൾ മറിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി അവരോട് ഞാൻ സൂചിപ്പിക്കുകയാണ്, സർ, ഞങ്ങൾ യാതൊരു വീഴ്ചകളുമില്ലാതെ അതിനകത്ത് സംഭവിച്ച ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് 100-ലധികം ആളുകളെ ആ സംഘടനയിൽ നിന്ന് മാറ്റുകയുണ്ടായി. ആ 100-ലധികം ആളുകൾ 4 മാസത്തോളം കാത്തിരുന്നു ഞങ്ങളെ തിരിച്ചെടുക്കുമെന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം നമ്മുടെ ആളുകൾ സ്വയമേവ മുമ്പോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടന ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ സംഘടനയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിട്ട് കേവലം 50 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. പരമാവധി കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് താങ്കളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഓരോ പ്രാവശ്യം വന്ന് ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോഴും തുറന്ന മനസ്സോടെ പൂർണ്ണമായിട്ടും എല്ലാ കാര്യത്തിലും സഹകരിക്കാം എന്ന് അദ്ദേഹം ഉറപ്പു തന്നു.
അതിന് വൈസ് പ്രസിഡന്റ് മോഹൻ കെ വർഗീസ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ഡാലിയ പിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ അഭിലാഷ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൌൺസിലർ അസോസിയേഷൻ രക്ഷാധികാരിയും വാർഡ് കൌൺസിലറുമായ മിനി അച്ഛൻകുഞ്ഞ് നിർവഹിച്ചു. ഡോക്ടർ ജയസിംഗ്, ഡോക്ടർ പ്രീതി ഭാമ, PC റോയ്, ബി പ്രഭാകരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സുബൈദ ബീവി കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. CDNet ന്യൂസ്, കായംകുളം.